മീൻസ് കെയറിംഗ് എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ 12:45 കഴിച്ചു കഴിഞ്ഞു. എൻ്റെ പാത്രമൊക്കെ ഞാൻ കഴുകി. ആളവിടെ ബിസിയാണ്. മുമ്പ് ഞാനൊരു സാധനം എടുത്തു വെച്ചില്ലായിരുന്നു അവളെ കളിക്കാനായിട്ട്. അതിൻ്റെ ആവശ്യം വന്നില്ല. അതവൾ കണ്ടുമില്ല. വേറെ കാര്യത്തിലായിട്ട് ബിസി ആവുകയും ചെയ്തു. ഇനി ഞാൻ ഇവളേത് മിനിറ്റിലാണോ ഒച്ച ഉണ്ടാക്കാൻ പോകുന്നത്, ചിജിയാ ചോദിക്കാൻ പോകുന്നത്, അന്നേരം ഞാൻ ഇതായിട്ട് ഓടിച്ചില്ലും. അതായത് എൻ്റെ കട്ടിങ് പറ്റും, എൻ്റെ കൈതച്ചക്കയുമായിട്ട്. എൻ്റെ കൈതച്ചക്ക കേൾക്കാവോ? ഞാൻ ഓടട്ടെ, എൻ്റെ കൈതച്ചക്കയായിട്ട് ഓടട്ടെ. അമ്മ ഈറ്റ് ചെയ്തോട്ടെ. സുഹൃത്തുക്കളെ, വളരെ സന്തോഷമേറിയൊരു ദുഃഖവാർത്ത, അല്ലെങ്കിൽ ദുഃഖമേറിയ ഒരു സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ. എൻ്റെ കൈതച്ചക്ക പ്ലാൻ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. കൊച്ചു സമ്മതിച്ചില്ല. അപ്പം ഞാൻ തോറ്റു. ഓക്കെ, ഇനി ഇത്ര നേരമായിട്ടും ഇപ്പോഴാണ് എൻ്റെ ഒരു തോൽവി വരുന്നത്. പക്ഷേ ഫുൾ തോൽവിയല്ല. ആള് ഇവിടെ മാഗ്നറ്റ് വെച്ചിട്ട് കളിക്കാനുള്ളൊരു തയ്യാറെടുപ്പില്ല. അത് കൊച്ചിൻ്റെ ഒരു ഡിസ്ട്രാക്ഷനാണ്. വെള്ളം കുടിക്കാനും മടിയാ. സേവിങ് റിസോഴ്സസ്, അതിൽ വെള്ളം ഞാൻ ആവശ്യത്തിന് മാത്രമേ തുറന്നു വിട്ട് ഉപയോഗിക്കുകയുള്ളൂ ടാപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതുപോലെ വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ വാട്ടർ ഫിൽറ്റർ ഇല്ലേ. ഇത് എല്ലാ മാസവും മാറണം. ഞാൻ ചിലപ്പോൾ 6 ആഴ്ചയൊക്കെ കൂടിയിട്ടേ മാറാറുള്ളൂ, ചിലപ്പോൾ അത് 2 മാസം ആവാറുണ്ട്. എന്നാലും ഇത് മാറുമ്പം ഇതെൻ്റെ പഴയ ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ മാറി പുതിയത് വെക്കുമ്പോഴത്തേക്ക് ആദ്യം അതിനെ വെള്ളത്തിലൊന്നും ഇങ്ങനെ മുക്കി പൊക്കി എടുക്കണം, എയർ കളയാൻ. അത് കഴിഞ്ഞ് ഇത് 2 പ്രാവശ്യം ഇതുപോലെ ഈ ഒരു ഹോൾ ജഗ് 2 പ്രാവശ്യം ഫിൽറ്റർ ചെയ്ത് വന്നിട്ട് ആ വെള്ളം കളയണം. ഇത് കളയുമ്പോൾ ഇതിപ്പോൾ ഏകദേശം എത്രയുണ്ടോ എനിക്കറിയത്തില്ല. ഒരു 700 ml അല്ലെങ്കിൽ 1 ലിറ്റർ ഉണ്ടോ എനിക്കറിയത്തില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ 2 പ്രാവശ്യം ഇത് കളയാന്ന് വെച്ചാൽ എന്തേലും വെള്ളം കളയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ എടുത്ത് വെക്കും. ഇപ്പം സമ്മറല്ലേ, ചെടിക്കൊക്കെ വെള്ളം വേണ്ടേ. ഞാൻ ചെടിക്ക് ഒഴിക്കാൻ ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ എന്നോട് പുറത്ത് പോകണത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്താ വെള്ളം ഒഴിച്ചോ? വാവ്, എനിക്ക് പണി തന്നിരിക്കുകയാണ് എൻ്റെ കൊച്ച്. വാവ്, ഓ മിടുക്കി. ഓക്കെ, ഗുഡ് ഗേൾ. അയ്യോടാ, എൻ്റെ പാവം കൊച്ചു രക്ഷപ്പെടാൻ പറഞ്ഞല്ലോ കേട്ടോ. അവൾക്ക് അറിയാം മോപ്പ് എവിടെ ഇരിക്കുന്നതെന്ന്. അയ്യോ പാവം, ഞാൻ അറിഞ്ഞില്ല. പാവം എൻ്റെ കൊച്ച്. അതിൽ മുക്കണ്ടടാ, നീ വാ, അമ്മ തുടയ്ക്കാം കേട്ടോ. കൊച്ചു ഗുഡ് ഗേളാ. അങ്ങനെ അവളുടെ സൈസിന് ആക്കി കൊടുക്കുമ്പോൾ അവൾക്ക് തുടയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ. മിടുക്കിയാ കൊച്ച്. കാരണം ഞാൻ തെരുതെറി ഇവിടെ മോപ്പിന്ന് കൊച്ച് കണ്ടിട്ടുണ്ടേ. അപ്പം കൊച്ചിന് എന്നെ കണ്ട് പ്രചോദനം ഏകിയതാണ്. സന്തോഷമായി. പിന്നെ ബാലവേല ചെയ്യുന്നു എന്നൊന്നും ആരും എന്നോട് പറഞ്ഞേക്കരുത് കേട്ടോ. കൊച്ചിന് സ്വന്തം ഇഷ്ടപ്രകാരം അവൾ ചെയ്യുന്നതാണ്. ഇത് 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇനി 2ാം പ്രാവശ്യം നമുക്ക് പിടിക്കണം. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു സുഖം. കാരണം അനാവശ്യമായി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ബുദ്ധിപരമായി നല്ല വയസ്സായിട്ടാണ് നമ്മുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഭയങ്കര ഒരു മനസ്സുഖം. അപ്പം ഇതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഷെയർ ചെയ്യാനും ആർക്കെങ്കിലൊക്കെ ഒന്ന് പ്രചോദനം ആവുകയാണെങ്കിലും അങ്ങനെ ആകട്ടെ എന്ന് ഓർത്ത് ഇത് ഞാനിപ്പം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാനിങ്ങനെ ഓരോന്നും സേവ് ചെയ്യുന്നതൊക്കെ അതിപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ഇപ്പം സമ്മർ ആയതുകൊണ്ട് ആ വെള്ളം എനിക്ക് ചെടിക്ക് ഒഴിക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആണെങ്കിൽ ഞാൻ ആ വെള്ളം പിടിച്ച് വെച്ചിട്ട് പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കും. അപ്പോഴും ഞാനത് വേസ്റ്റ് ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപകാരപ്രദമാക്കാൻ ഞാൻ നോക്കും. അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ നോക്കാറില്ല. കാലായി എൻ്റെ പാത്രവും അടുക്കിപ്പറക്കും എല്ലാം അടുക്കളയിൽ കഴിഞ്ഞു. ബാക്കിയെല്ലാം കുളമാണ്. പക്ഷേ ഇവിടെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. കുട്ടിക്ക് വേറൊരു സൺഗ്ലാസ് മേടിച്ചിട്ടുണ്ടോ? ആ സൺഗ്ലാസ് കാണണോ? അത് മേളിലാണ്. വരുന്നുണ്ടോ? എടുത്തിട്ട് വരട്ടെ. ഹാർട്ടിൻ്റെ വേണോ ഫ്ലവറിൻ്റെ സൺഗ്ലാസ് വേണോ? സൺഗ്ലാസസ് വേണോ? ഓക്കെ, ഇവിടെ നിൽക്കാം. അമ്മ പോയി എടുത്തിട്ട് വരാം. ഇവിടെ നിൽക്കണേ. ഓക്കെ, അവിടെ പോയിരുന്നോ? ഇവിടെ ഇരുന്നാൽ മതി. അല്ല എങ്ങാനും കൊച്ചിന് വരാൻ തോന്നിയാലോ. ഇവിടെ ഇരുന്നു. അമ്മ പോയി സൺഗ്ലാസ് എടുത്ത് വരട്ടെ. എൻ്റെ മറ്റൊരു ഐഡിയ, ഇവർക്ക് ഇങ്ങനെ ഓരോ പുതിയ സാധനങ്ങൾ ഞാൻ മേടിച്ച് വെക്കും. അല്ല പഴയതൊക്കെ ഒളിപ്പിച്ച് വെക്കും കുറേ നാൾ. ഇത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടീ 3 മേടിച്ച 2 എണ്ണം മേടിച്ചായിരുന്നു. 1 ഹാർട്ട് 1 ഫ്ലവർ. ഇത് നോക്കി ആ കട്ടിലെ കിടക്കുമ്പം അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോക്കോളും. ഉറങ്ങാനുള്ള സമയമായി. ലെറ്റ്സ് സീ ഇഫ് ദിസ് വർക്ക്സ് ഔട്ട്. ഇതെന്നാ അത്? ഫ്ലവർ ഉള്ള സൺഗ്ലാസ് ആണോ? ഒന്ന് അടച്ചിട്ടേ, നമുക്ക് ഇരുട്ടാക്കിയാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. മോറില്ലല്ലോ. ഹാപ്പി? 2 എണ്ണം കിട്ടിയോ? ഇനിയില്ലല്ലോ, നമുക്ക് 2 എണ്ണം ഉള്ളൂ. 2 മണിയായി. 2 മണി വരെ നമ്മൾ സക്സസ്ഫുള്ളായി. കാരണം അന്നക്കുട്ടി നല്ല ഉറക്കത്തില്ല. അപ്പം ഞാൻ ഏറ്റുപോയി ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ. അന്നക്കുട്ടി മേളിൽ കിടന്ന് കരയുന്നുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. വേണ്ടേ അന്നക്കുട്ടി ഇവിടെ ജിജിയാന്ന് ചോദിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ TV കാണും. ഓക്കെ അന്നക്കുട്ടി, ജിജിയാ തരട്ടെ. ഓക്കെ ടി വി മാറ്റാം. ഏത് ജിജിയാ വേണ്ടേ? നാസ്റ്റ എന്ത് സന്തോഷമായി അന്നക്കുട്ടി?
യാന്ന് പറഞ്ഞു. സോ ദാറ്റ് മീൻ 3:30 വരെ കൊണ്ടുപോയി. കൊച്ചിനൊന്ന് TV കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് കൊടുക്കുന്നത്. മാക്സിമം എല്ലാം ഞാൻ ചെയ്തു, അതോടൊപ്പം എൻ്റെ പണികളും ചെയ്തു. കുറച്ചൊക്കെ ഡിലേ വരും, പക്ഷേ ഇതെൻ്റെ ഒരു സക്സസ് തന്നെയാണ്. സമയം 4:30 അന്നക്കുട്ടി ഏകദേശം 1 hour TV കണ്ടു. And then I'm gonna just take her to the back garden. അന്നക്കുട്ടി, show us if you're ready. Yes you are. Come on. We're gonna play here. ഇങ്ങോട്ട് വാ. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ കൊച്ചിനെ. ഓക്കെ, വേണ്ട. We're going for a walk അല്ലേ അന്നക്കുട്ടി? Let's go for a walk. Come on. Come, let's go. Let's go. Go, 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 go. Fly. Okay. Come, let's go. Where are we going? Chew. Careful. You aren't boo-boo. പതുക്കെ ഓടിയാൽ മതി. അമ്മയുടെ കൈ പിടിച്ച് ഓടിക്കാം. 20 minutes walk up and down the street. ഈ സംഭവങ്ങളും സാധനങ്ങളല്ല എൻ്റെ കയ്യിൽ വരുന്നത്. Right. It's time to tidy up. Good girl, അന്നക്കുട്ടി. എത്രയെന്ന് പറഞ്ഞിട്ടാണ്. വേഗം അമ്മ ഹെൽപ്പ് ചെയ്യാവേ കൊച്ചിനെ. സ്റ്റൈല്. അമ്മ പ്രിൻസസ്. നാട്ടിലെ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ചീപ്പാണേ അമ്മേ. അപ്പാടെ ചീപ്പെടുത്ത് ചെയ്. എന്നെ കാണിക്കുന്നേ. മതി മതി മതി. നമുക്കൊരു ഐഡിയ വേണം. വാ അമ്മ മേക്ക് എ സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ്ടേ ഇങ്ങോട്ടെ ഇതാ എൻ്റെ കൂടെ. ഞാൻ അന്നക്കുട്ടി മേക്ക് എ സ്റ്റാർട്ട്. അന്നക്കുട്ടി ഗുഡ് ഗേൾ. അന്നക്കുട്ടി ഗുഡ് ഗേൾ. ആൻഡ് ദാറ്റ് വൺ യെല്ലോ. കം ഓൺ. വേണ്ട, സോഫയിലൂടെ പൊമ്പം കിടപ്പുണ്ട്. കൊച്ചിന് ഒട്ടും ശുഷ്കാന്തി ഇല്ലല്ലേ? ടൈഡി അപ്പിന് മാത്രം പറ്റും. ഞാൻ പോകുന്നേ. ഓ ബി ഗോണ ഡ്രോ. What's this? Daddy. What's this? Heart. What's this? ആരെ ഐസ്ക്രീം ഒക്കെ വരച്ചത്? അമ്മയാണോ വരച്ചത്? വാവ്. ചിച്ചി ഒരു ഇതില്ല. നോക്കട്ടെ, ഇത് ഇനി ടയേർഡായി കഴിയുമ്പോൾ അന്നക്കുട്ടിക്ക് കൊടുക്കാം. Because it is now. Okay, 5:40. I think that's fair. Okay, Amma help? Yeah. Okay, come. La 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 la. അങ്ങോട്ട് വന്നേ. Good one. La 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 la. Okay, go back. La 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 la. Okay. ഞാൻ അമ്മ ഹൈഡ് ചെയ്യാൻ പോണേ. Okay? അമ്മ ഹൈഡ്. Hello. അയ്യോ, എന്നെ നുള്ളി പറിച്ചേ. ചീച്ചിയാ? Okay, fine. ഇത് റോൾ ചെയ്യ്. പുടി ബാക്ക്. Okay, ചീച്ചിയാ. അന്നക്കുട്ടി എവിടെ? And where are you? എവിടെ പോയി? And are you hiding? Where are you? I don't know where you are. Where are you, Ann? Oh, എൻ്റെ പൊന്നേ. അയ്യോ. Hello, അന്നക്കുട്ടി. Can I come in? No. Yes. Please. അമ്മേ. Annakutti, is that nice? And the pedaling. Stop. Show me. Come on. ഞാൻ അമ്മ കാണിക്കട്ടെ. അമ്മ being silly. La 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 la. എന്നാ പരിപാടി? സമയം കിളിയനമ്മ. അയ്യോ, എന്നെ ഏൽപ്പിച്ചു വിട്ടാ. അങ്ങനെ 6:30 ആയിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം ഞാൻ ഓർത്ത് ഇപ്പം കൊടുക്കും എന്നുള്ള പ്രശ്നം ഉണ്ടാക്കിയപ്പം ചിച്ചിയോ എന്നുള്ള കരച്ചിൽ വന്നപ്പം. പക്ഷേ ഇല്ല, ഇതുവരേക്ക് അവളൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ താഴെ കണ്ടിട്ടുള്ളൂ. കേട്ടോ, വിളി വന്നു. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാം. വാടി തരാടി. ഗുഡ് ഗേൾ. അത് പുട്ട് ബാക്ക്. എന്നിട്ട് അമ്മ ചിച്ചിയാ തരാവേ. ആണോ? അതിൻ്റെ ഇടയ്ക്ക് എനിക്കെല്ലാം അടുക്കി പറക്കാനൊക്കെ പറ്റിയായിരുന്നു. അറിഞ്ഞ വന്നുകൊണ്ട് കിടന്നൊക്കെ ഞാൻ ശരിയാക്കി. ഓക്കെ അന്നക്കുട്ടി, നീ ചിജിയ. ഓ ബെറ്റാണോ? ഒന്ന് അപ്പുറം ഇരുന്നോ. ചെല്. സോ അന്നക്കുട്ടി ഫൈനലി വാച്ചിങ് ഹർ ജിജിയ. ഓക്കെ, ഐ എം ഗ്ലാഡ്. അങ്ങനെ ഞാൻ സ്വസ്ഥമായിട്ട് വന്ന് ഞാൻ അങ്ങിരിക്കാൻ പോവാണ്.
അന്നക്കുട്ടിയുടെ കൂടെ കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് എൻ്റെ പണി ചെയ്യാൻ പോകുമ്പോഴാണ് അവൾ ഈ തെരെ ചിജിയാ ചോദിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് അന്നക്കുട്ടി ഉറങ്ങി, അതുകൊണ്ട് അങ്ങനെ കുറച്ചുകൂടെ സമയം മുന്നോട്ട് കിട്ടി. അത് ബെഡ് ടൈം ആവും, അന്നേരത്തേക്കും കൊടുക്കാം. പക്ഷെ എന്നാലും ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് വളരെ കുറച്ച് സമയം കൊടുത്തിട്ടുള്ളൂ ടി വിയിൽ നിന്ന് ചോദിച്ചെങ്കിലും മാക്സിമം അവളെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ നോക്കി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഞാൻ തിരക്ക് പിടിച്ച് നിൽക്കുവാണെങ്കിലൊന്നും എനിക്ക് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒത്തിരി പണിയുണ്ട്, അതുപോലെ ഇവിടെ നോക്കാൻ തീരെ സമയമില്ല എന്നാണെങ്കിൽ കൊടുക്കും. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്. ഇതെന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഞാനൊരു 4-5 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതുവരെ സോഫാർ, ഇവൾ ഇച്ചിരി വലുതായതിനു ശേഷം. പക്ഷേ ഇങ്ങനെയുള്ള ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അധികം കൊടുത്തില്ലല്ലോ. അപ്പം ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.